ചൂട് ഇനിയും കൂടും എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി റിപ്പോർട്ടറിനോട് പ്രതികരിച്ചത്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വയം സുരക്ഷയിൽ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും ശേഖർ കുര്യാക്കോസ് പറയുന്നു. വിഷ്ണു കരുവാരക്കുണ്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരളം ചുട്ടുപൊള്ളുന്ന ഒരവസ്ഥയാണിത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അതിൻ്റെ അധികാരികളോട് തന്നെ ചോദിച്ചു നോക്കാം. ചൂട് എന്നതിനേക്കാൾ ഉഷ്ണം ആണ് പ്രശ്നം. അപ്പോൾ അവിടെ നമ്മൾ കാണേണ്ടുന്നത് ഉഷ്ണതരംഗം അല്ലെങ്കിൽ ഉഷ്ണം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്നതിന് നമ്മൾക്ക് സൂചകമായുള്ളത് ഹീറ്റ് ഇൻഡെക്സ് ആണ്. അത് കാണിക്കുന്നത് കേരളത്തിൽ ഹീറ്റ് ഇൻഡെക്സ് 40-നും 45-നും ഇടയിലാണ് പൊതുവിലെന്നാണ്. തെക്കൻ കേരളത്തിൽ കുറച്ച് കുറവുണ്ട്. ഈ സ്ഥിതിവിശേഷം മെയ് മാസം ചുരുങ്ങിയത് ഒരു 15-ാം തീയതി വരെയെങ്കിലും അങ്ങനെ തുടരും. ഇത്രയും സാധാരണ ആളുകൾക്കുള്ള ഒരു മുൻകരുതൽ എന്തൊക്കെ എടുക്കാമെന്ന് അതിനെ കുറിച്ചൊന്ന് നമ്മൾക്ക് ഇപ്പോൾ ചെയ്യാവുന്നത് പകൽ സമയത്ത് നേരിട്ട് സൂര്യൻ്റെ താപം ഏൽക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന് ചൂട് തന്നെയും, രണ്ട് അൾട്രാ വയലറ്റ് രശ്മികൾ സൂര്യൻ പുറപ്പെടുവിക്കുന്നുണ്ട്. കേരളത്തിൽ അൾട്രാ വയലറ്റ് ഒരു നെറ്റ്വർക്കുണ്ട്, റേഡിയോമീറ്റർ നെറ്റ്വർക്കുണ്ട്. നമ്മൾക്ക് കാണാം എന്ത് അളവിലാണിത് വരുന്നതെന്നുള്ളത്. രണ്ട്, ധാരാളം ഈ ഉഷ്ണമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ധാരാളം വിയർത്തു പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക. ഈ സമയത്തിൻ്റെ പഴങ്ങളായ തണ്ണീർമത്തൻ പോലെയുള്ളവ ധാരാളം കഴിക്കാൻ ശ്രമിക്കുക. ചായയും കാപ്പിയും ഒക്കെ പരമാവധി ഒഴിവാക്കുക. പരമാവധി അയഞ്ഞ വസ്ത്രങ്ങളും വളരെ ലൈറ്റ് കളേർഡ് വസ്ത്രങ്ങളും ധരിക്കാനുള്ള ശ്രമമാണ് നമ്മൾക്ക് ആവശ്യം. ഈ ഒരു കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട ഇപ്പോൾ നിലവിലുണ്ടോ? അല്ല, ആശങ്കയേക്കാൾ വ്യക്തി സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇതിലെ ഒരേ ഒരു പരിഹാരം. മൃഗങ്ങളെ പോലും കൊണ്ടുപോയി ഈ പൊരിവെയിലത്ത് കെട്ടിയിടുന്നത് ആശാസ്യവുമല്ല. പെറ്റുകളുടെ, നമ്മൾ വീട്ടിൽ വളർത്തുന്ന ജീവജാലങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ നമ്മൾക്കൊരു ശ്രദ്ധ ആവശ്യമുണ്ട്. വ്യക്തിശ്രദ്ധയാണ് വേണ്ടത്, ആശങ്ക വേണ്ട എന്നാണ് ഇപ്പോൾ ദുരന്ത നിവാരണ സേന നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, വിഷ്ണു സൂചിപ്പിച്ചത് ഇപ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചൊക്കെയാണ്. ചൂട് കനത്തതോടെ ഡെങ്കിപ്പനിയും എലിപ്പനിയും ചിക്കൻ പോക്സും അടക്കമുള്ള സാംക്രമിക രോഗങ്ങൾ വീണ്ടും നമ്മളിലേക്ക് എത്തുകയാണ്. ഈ രോഗങ്ങളിൽ മാത്രം ഈ വർഷം മരിച്ചത് 107 പേരാണ്. ജാഗ്രതയുണ്ടായില്ലെങ്കിൽ രോഗം പിടിപെടാനും ആരോഗ്യ അവസ്ഥ ഗുരുതരമാകാനും സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. അപ്പോൾ അസുഖ ലക്ഷണം കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടണം.